ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗിയിൽ തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ് അല്ലേ. വ്യക്തിത്വം എന്നാണ് അതിന്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഓക്കെ, അപ്പോൾ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. പേഴ്സോണ എന്ന വാക്കിന്റെ അർത്ഥം മുഖമൂടി, മാസ്ക് എന്നാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു ആശയമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നടൻ എന്ന അർത്ഥത്തിലൊക്കെയാണ് പേഴ്സോണ എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നീട് ഇതിന്റെ കുറച്ച് നിർവചനങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നിർവചനങ്ങൾ അപ്പൊ ഇവിടെ മലയാളത്തിലാണ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്, അതിനെ നമുക്ക് ഇംഗ്ലീഷിലാക്കാം. ഓക്കെ, ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. ഇങ്ങനെയാണ് ഐസങ്ങിനെ പരിചയം ഉണ്ടാവും ശരിക്കും. പേഴ്സണാലിറ്റിയിലെ ഒരു തിയറി കൊണ്ടുവന്ന ആളാണ് ഐസങ്ക്. ആ തിയറി നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നിർവചനമാണിത്. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്തായിരിക്കും? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എങ്ങനെയായിരിക്കും വരാം? A person's strong and organized character, emotions, intellect, and the physical nature determine his harmony with nature. അതാണ് ഐസങ്ങിന്റെ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും ഒപ്പം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് അത്ര അറിവ് മനസ്സിലാക്കാൻ, അതായത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മലയാളം ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാക്കാൻ എളുപ്പം അതുപോലെ ഉപയോഗിക്കാം. അപ്പൊ ഇത് ഡെഫിനിഷൻ എല്ലാം കാണാപ്പാടം പഠിക്കാൻ നിർബന്ധമില്ല. അതിന് പകരം വേണമെങ്കിൽ മലയാളം വേണമെങ്കിലും വായിച്ചു വെക്കാം. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് അത് വായിക്കാം കേട്ടോ. അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. വുഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വുഡ്സ്വർത്ത്. അപ്പോൾ ഒരു പേഴ്സന്റെ മൊത്തത്തിലുള്ള ഗുണപരമായ മേന്മയാണ് വ്യക്തിത്വം എന്നതുകൊണ്ട് വുഡ്സ്വർത്ത് അർത്ഥമാക്കുന്നത്. പേഴ്സൺസ് പേഴ്സണാലിറ്റി ഈസ് ദി ക്വാളിറ്റേറ്റീവ് സം ഓഫ് ദർ ടോട്ടൽ പേഴ്സണാലിറ്റി. ടോട്ടൽ പേഴ്സണാലിറ്റിയുടെ ആകെ തുകയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നാണ് വുഡ്സ്വർത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ വുഡ്സ്വർത്തിന്റെ ഡെഫിനിഷനിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് ആക്ച്വലി, അല്ലെ? നിങ്ങൾക്ക് തോന്നിയെന്ന് വിചാരിക്കുന്നു. ക്ലാരിറ്റി കുറവ് ഇൻ ദ സെൻസ് വേറൊരു രീതിയിലല്ല, അതിന് കൃത്യമായിട്ടൊരു വെൽ ഡിഫൈൻഡ് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു രീതിയൊന്നും നമുക്കിവിടെ കാണാനില്ല. ഒരു ജനറൽ ആയിട്ട് ഉള്ള കാര്യം മാത്രമാണ് പറഞ്ഞു വെച്ചേക്കണേ. എന്താണെന്നൊരു ജനറൽ കാര്യം മാത്രം പറഞ്ഞു വെച്ചേക്കണ പോലെയാണ് തോന്നണേ, അല്ലെ? അതേസമയം കാറ്റലിന്റെ ഡെഫിനിഷൻ നോക്കൂ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്തോ അതിനെയാണ് വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്, അല്ലെ? പേഴ്സണാലിറ്റി ഇസ് വാട്ട് allows us to predict how someone will behave in a particular situation. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരാൾ, നന്നായിട്ട് പരിചയമുള്ള ഒരാൾ, അയാള് എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ പെരുമാറാൻ പറ്റുക അല്ലെങ്കിൽ പെരുമാറുക എന്നൊരു നമുക്കൊന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ വ്യക്തിത്വം. ഇപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ പെരുമാറ്റത്തിനെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് കാറ്റൽ എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ആൽപോർട്ട്, ഇത് എല്ലാം കാണാപ്പാടം പഠിക്കാനുള്ളതല്ല, നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ,
അപ്പൊ ആൾപോട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കൂ. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ്. ഒരു ടേംസ് ഒക്കെ ഒരുപാട് വലുതായപ്പോ ബുദ്ധിമുട്ടാവോ? അത്ര ഇംഗ്ലീഷ് വായിച്ച് പരിചയമുള്ളവർക്ക് ചിലപ്പോൾ മലയാളം അത്ര പിടിക്കില്ല, സ്വാഭാവികം. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഡൈനാമിക് നേച്ചർ ഉള്ളതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പേഴ്സണാലിറ്റി ഈസ് ദി ഡൈനാമിക് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് യുണീക് ബിഹേവിയർ ആൻഡ് തിങ്കിങ്. ഇതാണ് ആൾപോട്ട് പറഞ്ഞത്. ഈ ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പൊ ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ഈ രണ്ട് കാര്യങ്ങളെ നിർണ്ണയിക്കുന്ന ഒരാളുടെ മെന്റൽ അതുപോലെ ഫിസിക്കൽ വ്യവസ്ഥകളുടെ ഒരു ആകെ തുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റീനെ പറയാം. അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന എക്സ്റ്റേണൽ പെരുമാറ്റത്തിനപ്പുറമാണ് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് വ്യക്തിത്വത്തിന് രണ്ട് ഘടകങ്ങൾ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടറും രണ്ട് എൻവയോൺമെന്റൽ ഫാക്ടറും. രണ്ട് ഘടകങ്ങളാണ് അഫക്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ്? ബയോളജിക്കൽ ഫാക്ടറും രണ്ട് എൻവയോൺമെന്റൽ ഫാക്ടറും. ഇപ്പൊ എന്തൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടറിനകത്ത് ഉൾപ്പെടുക? നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിനെ സ്വാധീനിക്കുന്ന ശരീരത്തിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്, ഓരോരുത്തരുടെ ഗ്ലാൻഡുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്, നെർവസ് സിസ്റ്റം എങ്ങനെയാണ്, ജനറ്റിക്സ് എങ്ങനെയാണ്, അതുപോലെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മറ്റ് സാഹചര്യ ഘടകങ്ങൾ. നമ്മൾ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിനെയാണ്. അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ അയാൾ പഠിച്ച സ്കൂള്, അതുപോലെ സോഷ്യൽ കൾച്ചറൽ സെറ്റപ്പ്, അയാൾ ആയിരിക്കുന്ന അവസ്ഥയിലെ സോഷ്യോ കൾച്ചറൽ സെറ്റപ്പ്, അയാൾ ഇന്ററാക്ട് ചെയ്യുന്ന മീഡിയംസ്, ഇതൊക്കെ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഒരാളുടെ പേഴ്സണാലിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് ഇതിനെ ചുരുക്കി പറയാം. ബയോളജിക്കൽ ഫാക്ടർ എന്നും എൻവയോൺമെന്റൽ ഫാക്ടർ എന്നും. ബയോളജിക്കൽ ഫാക്ടറിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? ഒരാളുടെ ശരീരം, അതിന്റെ ഘടന, പിന്നെ അയാളുടെ ഗ്ലാൻഡുകളുടെ പ്രവർത്തനം, നാഡികളുടെ പ്രവർത്തനം, ന്യൂറോൺസിന്റെ പ്രവർത്തനം, പാരമ്പര്യം. ഇനി സാഹചര്യ ഘടകങ്ങൾ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അയാളുടെ ഫാമിലി സെറ്റപ്പ്, അതുപോലെ അയാളുടെ സ്കൂളിലെ അന്തരീക്ഷം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യോ എക്കണോമിക് ഘടകങ്ങൾ, മാധ്യമങ്ങൾ, ഇതൊക്കെ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഒരാളുടെ പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് മെച്യൂർഡ് പേഴ്സണാലിറ്റി? അപ്പോൾ ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റീനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആൾപോട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, 5 മാനദണ്ഡങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ 5 മാനദണ്ഡങ്ങൾ? നമുക്ക് നോക്കാം. ഈ ചില മലയാളം വാക്കുകൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് ഇംഗ്ലീഷ് ആക്കി തരാം. ഒന്നാമത്തെയാണ് എക്സ്റ്റെൻഡഡ് സെൽഫ്. എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ താല്പര്യവും അവർക്ക് നല്ലത് വരണം എന്നുള്ള ചിന്ത, അത് നമുക്ക് നല്ലത് വരുന്നതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. അങ്ങനെ പരിഗണിക്കുന്ന ഒരു വിശാലമായ ചിന്തനെയാണ് എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം നന്നാവാൻ പാടുള്ളൂ, എനിക്ക് മാത്രം നല്ലത് നടക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയല്ല. മറിച്ച് നമുക്ക് നല്ലത് നടക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റൊരാള് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരും നന്നായിരിക്കണം എന്നുള്ള ഒരു നല്ല മനസ്സെന്നൊക്കെ പറയുന്നത്, അതിനാണ് എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റെൻഡഡ് സെൽഫ്, അല്ലെങ്കിൽ അതിന്റെ മലയാളം വാക്കാണ് വിപുലീകൃത അഹം. മലയാളം പഠിച്ചവർ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് മാത്രമാക്കി തരാം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് വാം റിലേഷൻസ്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന റിലേഷൻസ്. ഇപ്പൊ മറ്റുള്ളവരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ അവരുടെ റെസ്പെക്റ്റും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻസ് വളർത്തിയെടുക്കാൻ എങ്ങനെയുള്ള വ്യക്തിത്വം ഉള്ളവർക്ക് പറ്റും? മെച്യൂർഡ് വ്യക്തിത്വം ഉള്ളവർക്ക് സാധിക്കും. അത് മെച്യൂർഡ് വ്യക്തിത്വം ഉള്ളവർക്ക് മാത്രമാണ് എന്ത് പറ്റുള്ളൂ? ഇങ്ങനെ നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് ശ്രദ്ധയും മറ്റുള്ളവരുടെ ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ നല്ല സോഷ്യൽ റിലേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് സെൽഫ് റെഗുലേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും ഓവറായിട്ട് ഇമോഷണൽ എക്സ്പ്രഷൻസ് ഇല്ലാതെ കൺട്രോൾഡ് ആയിട്ട് നമ്മൾ സെൽഫ് കൺട്രോൾ ഉണ്ടാവുക എന്ന് പറയില്ലേ, അത് അങ്ങനെ പെരുമാറുന്നത് ഒരു മെച്യൂർഡ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണ്. ഇപ്പോൾ ഒരു സ്കൂളിലെ അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഇടയിൽ അടി നടക്കുകയാണ്. അപ്പോൾ ആ അടിയുടെ കൂടെ വേണമെങ്കിൽ കയറി അടി ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ നല്ല ദേഷ്യം വന്നാൽ പോലും സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളുണ്ടാകും അല്ലെ. അപ്പൊ അതിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിൽ കയറി നമുക്കും വേണമെങ്കിൽ രണ്ടടി കൊടുക്കാം എന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ആളുകളല്ലാതെ സ്വന്തമായിട്ട് എത്ര എക്സ്ട്രീം ആങ്കർ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ കടിച്ചു പിടിച്ച് നിൽക്കാനും സാഹചര്യം അനുസരിച്ച് പെരുമാറാനുമുള്ള ശേഷി മെച്യൂർഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. അതാണ് ആൾപോട്ട് പറഞ്ഞു വെക്കുന്ന മൂന്നാമത്തെ കാര്യം. മറ്റൊന്നാണ് റിയലിസ്റ്റിക് പെർസെപ്ഷൻ അഥവാ യാഥാർത്ഥ്യബോധം. ഈ യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ നമ്മള് സാമൂഹിക സംഭവങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ ഇതിനെയൊക്കെ കുറച്ചുകൂടി റിയലിസ്റ്റിക് നേച്ചറോടെ കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി മെച്യൂർഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും അതിനോട് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ മെച്യൂർ പേഴ്സണാലിറ്റി ഉള്ളവരിൽ നിന്ന് പഠിച്ചെടുക്കാം. മറ്റൊന്നാണ് ആത്മധാരണ അഥവാ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ. സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ ഓക്കെ. അപ്പൊ സ്വന്തം കഴിവുകൾ എന്താണെന്നും സ്വന്തം പരിമിതികൾ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് വിലയിരുത്താൻ ഇവർക്ക് കഴിവുണ്ടാവും. വസ്തുനിഷ്ഠമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് തെളിവ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇന്ന കഴിവുകളില്ല, ഇതൊക്കെ എൻ്റെ വീക്ക് സൈഡാണ് എന്ന് മെച്യൂർ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടായിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാത്മക ജീവിത ദർശനം എന്ന് പറയും. അതായത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ ആത്മസംതൃപ്തിക്ക് അനുസരിച്ച് വികസിപ്പിച്ചെടുത്ത ചില ജീവിത ദർശനങ്ങൾ ഇത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഗാന്ധിജീനെ കുറിച്ച് പറയാണ്, ഗാന്ധിജിയുടെ ഫിലോസഫി നമ്മൾ പഠിക്കാറുണ്ട് ഇല്ലേ. അതുപോലെ ഇപ്പൊ നമ്മൾ ഫിലോസഫി പഠിച്ചിരിക്കുന്ന കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അവരുടെ പേരോട് ചേർത്ത് നമ്മൾ അവരുടെ ഫിലോസഫി പറയാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവരവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കുറെ ആശയങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് ജീവിച്ചു പോയേക്കുന്നത്. അങ്ങനെ വളരെ ആശയപരമായ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആശയങ്ങളുള്ള ആളുകളുടെ പേഴ്സണാലിറ്റി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മെച്യൂർഡ് പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിരിക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റുള്ളവർ നന്നായിരിക്കണം എന്നുള്ളൊരു ആശയം. മറ്റൊന്ന് വാം റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ റെസ്പെക്ട് നേടിയെടുക്കുന്ന തരത്തിലുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള കഴിവ്. അടുത്തത് സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്ട്രീം ആങ്കർ വരുന്ന സിറ്റുവേഷനിലായാൽ പോലും കൺട്രോൾ ചെയ്ത് ബിഹേവ് ചെയ്യാനുള്ള കഴിവ്. അടുത്ത റിയലിസ്റ്റിക് സൊല്യൂഷൻ ഉണ്ടാവില്ല, പകരം റിയലിസ്റ്റിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. മറ്റൊന്നാണ് യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ്. നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ചില ആശയങ്ങൾ അത് ഫോളോ പിഞ്ചെന്ന് ജീവിക്കാന്നൊക്കെ പറയില്ലേ, അത്തരം ഒരു ജീവിത ഫിലോസഫി ആർക്കുണ്ടായിരിക്കും? മെച്യൂർഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഉണ്ടായിരിക്കും. ഇത്രയാണ് ആൾപോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പേഴ്സണാലിറ്റിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന തിയറികളൊന്നും നോക്കുകയാണെങ്കിൽ ഏകദേശം 4 തിയറീസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാൻ വരുന്നത്. ടൈപ്പ് അപ്രോച്ച് ഉണ്ട്, ട്രേറ്റ് അപ്രോച്ച് ഉണ്ട്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഉണ്ട്, ഹ്യൂമണിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. നമ്മൾ ഏകദേശം 3 തിയറീസ് എങ്കിലും കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഒന്നാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് അപ്രോച്ച് ആണ്. ടൈപ്പ് അപ്രോച്ച് ഓക്കെ. ഈ സമീപനം എന്നാണ് ടൈപ്പിനെ വിളിക്കുക. ഓക്കെ, ടൈപ്പിന്റെ മലയാളം വാക്കാണ് ഇനം എന്നുള്ളത് കേട്ടോ. അപ്പോ ഈ ഒരു പേഴ്സണാലിറ്റി തിയറി പ്രകാരം ഒരു വ്യക്തിയുടെ
എക്സ്റ്റേണൽ, അതുപോലെ തന്നെ ഇന്റേണൽ. ഈ രണ്ട് ശരീരഘടനയെ ബേസ് ചെയ്തിട്ട്, അതുപോലെ ഒരാളുടെ ഭക്ഷണ രീതി ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ വ്യക്തിത്വത്തിനെ തീരുമാനിക്കപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ഇന്റേണൽ ബോഡി സ്ട്രക്ചർ, രണ്ടാമത്തെ കാര്യം ഭക്ഷണ രീതി. രണ്ട് കാര്യങ്ങളാണ് എടുത്തേക്കണേ. ഓക്കെ, ഇപ്പൊ ഈ ഒരു തിയറി പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് പ്രകാരം വ്യക്തിത്വ നിർണയം നടത്തിയിരിക്കുന്ന ആളുകളാണ് ഹിപ്പോക്രാറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ, 3 പേര്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ 4 തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 4 തരത്തിലുള്ള ഫ്ലൂയിഡ്: രക്തം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം. ഇതിൽ ശ്ലേഷ്മം എന്ന് പറയുന്നത് പക്ക മലയാളം വാക്കാണ്. നിങ്ങൾ അത്രയും മലയാളം പഠിക്കണമെന്നില്ല. നമ്മുടെ തിയറിയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുമില്ല. ജസ്റ്റ് എന്താ കാര്യം എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒരാളുടെ ബോഡിയിൽ പ്രധാനമായിട്ടും 4 തരം ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, ആ ഫ്ലൂയിഡ്സിൽ ശരീരത്തിൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത് അതാണ് അയാളുടെ സ്വഭാവത്തിനെ കാണിക്കുന്നതെന്നാണ് ഹിപ്പോക്രാറ്റസ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ശരീരത്തിൽ ബ്ലഡ് കൂടുതലുള്ള ആൾക്ക് ഒരു സ്വഭാവമായിരിക്കും. യെല്ലോ കളറിലുള്ള ബൈൽ പിഗ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ ബൈൽ ആണ് കൂടുതൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം മറ്റൊന്നായിരിക്കും. ബ്ലാക്ക് കളറിലുള്ള പിത്തരസാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം മറ്റൊന്നായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നേച്ചർ ആയിരിക്കും. അങ്ങനെ ശരീരത്തിലുള്ള ബോഡി ഫ്ലൂയിഡിന്റെ അടിസ്ഥാനത്തിൽ, ഓക്കെ, 4 തരം രസങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ബോഡി ഫ്ലൂയിഡ്സിനെയാണ് കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തതാണ് ഹിപ്പോക്രാറ്റസ്. ഇനി ഒരു വ്യക്തിയുടെ ബോഡി സ്ട്രക്ചറും അയാളുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ക്രഷ്മർ കേട്ടോ. ക്രഷ്മർ, ഇവിടെ ഒരു മിസ്സായിട്ടുണ്ട്, ക്രഷ്മർ. ഇപ്പൊ ക്രഷ്മറിന്റെ അഭിപ്രായത്തിൽ 3 തരം ഒരു കായിക ഘടനയുണ്ടെന്ന് പറയും. നോക്കി അവിടെ പേര് ചെയ്തിട്ടുണ്ട്: ആസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. ആസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. അതില് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കുറച്ച് രസമുണ്ട്. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. നല്ല ഹൈറ്റുള്ള എന്നാൽ മെലിഞ്ഞിരിക്കുന്ന ദുർബലമായ ശരീരം. ഓക്കെ, നല്ല ഹൈറ്റ് ഉണ്ട് എന്നാൽ മെലിഞ്ഞിരിക്കുകയാണ്. മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരമല്ല, അത് ദുർബലമായിട്ടിരിക്കുന്ന ശരീരമാണ്. ഇപ്പൊ ഇവര് സാധാരണഗതിയിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ആളുകളായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിന്റെ കൂടെ നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മാറിക്കാനായിരിക്കും ഉദ്ദേശിക്കുക. ഇവർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. അതുപോലെ ഗ്ലൂമി ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് ആസ്തനിക്. ആസ്തനിക് സ്പെല്ലിംഗ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനെ സാൻസ്ക്രിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു വാക്കാണ് കൃഷഗാത്ര എന്നുള്ളത്. സാൻസ്ക്രിറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ക വളരെ പെർഫെക്റ്റ് ആയിട്ട് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ടേം ഉപയോഗിക്കും. നമുക്കിപ്പോൾ ആസ്തനിക് എന്നുള്ള വാക്ക് മതി കേട്ടോ. ഇനി നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മസിൽസ് ഉള്ള, നല്ല ഫിറ്റ് ബോഡിയുള്ള, എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാണപ്പെടുന്ന, എല്ലാ പ്രശ്നങ്ങളോടും വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന സ്വഭാവമുള്ള, അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങളിൽ ഭയങ്കര താല്പര്യമുള്ള വ്യക്തികളെ വിളിക്കുന്ന പേരാണ് അത്ലറ്റിക്. അത് നമ്മൾ അത്ലറ്റിക്സ്, സ്പോർട്സിൽ തന്നെ നമ്മൾ അത്ലറ്റിക്സ് പറയാറുണ്ടല്ലോ. അവരൊരു കോമൺ കാണുന്ന ഫീച്ചറാണല്ലോ ഇത്. ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള മസിൽസ് ആയിരിക്കും. ഇവർക്ക് കായിക പ്രവർത്തനങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് അത്ലറ്റിക്. ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഇനി അതേസമയം പൊക്കം കുറഞ്ഞ തടിച്ച ശരീരമുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ അവർ കുറച്ച് ഉല്ലാസപ്രിയരായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുക, സാമൂഹ്യ ബന്ധങ്ങളിൽ താല്പര്യമുള്ള, പൊണ്ണത്തടി, അവരുടെ ശരീരത്തെ കുറിച്ച് അവരങ്ങനെ വലിയ ബോധേടൊന്നുമല്ല. എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ലൈറ്റ് ആയിട്ട് കാണുന്ന, എല്ലാത്തിനെയും ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് പിക്നിക്. പിക്നിക് പേഴ്സൺസ്. ഇപ്പൊ 3 ടൈപ്പ് പേഴ്സൺസ്, 3 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ആസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. ഇത് ശരീരത്തിന്റെ ഘടനയെ ബേസ് ചെയ്ത് ക്രഷ്മർ പറഞ്ഞിരിക്കുന്ന 3 ക്രൈറ്റീരിയയാണ്. ഇനി ശരീരത്തിന്റെ തന്നെ പ്രത്യേകതയെ ബേസ് ചെയ്തിട്ട് ഷെൽഡൻ ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിച്ചു പോകാട്ടോ.
ഇപ്പോൾ നല്ല ഉരുണ്ട ശരീരമുള്ള, ഭയങ്കര സോഫ്റ്റ് സ്കിന്നുള്ള, സാമൂഹ്യ ബന്ധങ്ങളിൽ താല്പര്യമുള്ള, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആളുകളെയാണ് എൻഡോമോർഫിക് പേഴ്സൺസ് എന്ന് വിളിക്കുക. അതേസമയം നല്ല സ്ട്രോങ് മസിൽസ് ഉള്ള, എല്ലാ കാര്യങ്ങളോടും വളരെ സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറയുന്ന, തീരുമാനമുള്ള ആളുകൾ, അവർ ഭയങ്കര എനർജറ്റിക് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് മീസോമോർഫിക് പേഴ്സൺസ് എന്ന് വിളിക്കുക. ഇനി നല്ല പൊക്കമുള്ള, മെലിഞ്ഞ ശരീരമുള്ള, ഒരു കാര്യത്തിലും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇടപെടാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കാം, അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് എക്ടോമോർഫിക്. അപ്പൊ എൻഡോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, ഉരുണ്ട് തടിച്ച സോഫ്റ്റ് സ്കിന്നുള്ള ആളുകളായിരിക്കും. ദൃഢമായ പേശികളോട് കൂടെ ഉറച്ച അഭിപ്രായങ്ങൾ പറയുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോമോർഫിക്. അതേസമയം ഉൾവലിഞ്ഞ പ്രകൃതമുള്ളവരെ വിളിക്കുന്ന പേരാണ് എക്ടോമോർഫിക്. ഇങ്ങനെയാണ് ടൈപ്പ് അപ്രോച്ച് പോകുന്നത്. ടൈപ്പ് അപ്രോച്ച്. ഇപ്പൊ 3 പേരുടെ ക്ലാസിഫിക്കേഷൻ ഇവിടെ നമ്മൾ കണ്ടു. ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്. ഇനി അതിന് തൊട്ട് മുമ്പ് നമ്മൾ അത്ലറ്റിക്, പിക്നിക്, അസ്തെറ്റിക് 3 പേരെ കണ്ടു. അസ്തെനിക് 3 പേരെ കണ്ടു. ഇത് ക്രഷ്മറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി അതിനു മുമ്പ് നമ്മൾ കണ്ടത് ആരുടെ ആയിരുന്നു? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ക്ലാസ് ഒക്കെ? ഹിപ്പോക്രാറ്റസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അത് ബോഡി ഫ്ലൂയിഡിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഇങ്ങനെ ബോഡിയുടെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ പറയുന്ന, ബോഡിയുടെ ടൈപ്പ് വെച്ച് പറയുന്ന അപ്രോച്ചിനെയാണ് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പഴയ തിയറീസ് ആണ്, പൊതുവെ അത്ര ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറീസും അല്ല. പക്ഷെ ഇനി അങ്ങോട്ട് പറയുന്ന ട്രേറ്റ് അപ്രോച്ച്, ഹ്യൂമണിസ്റ്റിക് തിയറി, സൈക്കോ അനലൈറ്റിക് അപ്രോച്ച്, ഇതൊക്കെ വെൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറീസ് ആണ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രേറ്റ് അപ്രോച്ച് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവിശേഷ സമീപനം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റം, അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം, അയാളുടെ ചിന്ത, ഇതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരീരത്തിന്റെ ഘടന കൊണ്ട് മാത്രമായിക്കൊള്ളുന്നില്ല. എന്തുകൊണ്ട് കൂടിയാകാം? മാനസിക ഘടകങ്ങൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ഓക്കെ, ഇത് സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കുന്നതല്ല, പകരം ഇങ്ങനെ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മോൾഡ് ചെയ്യപ്പെട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആളാണ് ആൾപോർട്ട്. അപ്പൊ ട്രേറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആദ്യം ആരുടെ പേര് ഓർമ്മ വരണം? ആൾപോർട്ടിന്റെ പേര് ഓർമ്മ വരണം. ഇപ്പൊ വ്യക്തിത്വത്തിന് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നൽകിയ ആളാണ് ആൾപോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമ വിധേയമായ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നാണ് ആൾപോർട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പരിസ്ഥിതിയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ എൻവയോൺമെന്റിനോട് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള, അതേസമയം റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ടുള്ള പ്രതികരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രേറ്റ്. ഒന്നുകൂടി പറയാം. ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനോട്, ഫോർ എക്സാമ്പിൾ ഒരു ടഫ് സിറ്റുവേഷൻ വന്നു, വളഞ്ഞിട്ട് ഒരാളെ എല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആ സിറ്റുവേഷനിൽ അയാൾ പ്രകടിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ, ബിഹേവിയർ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്നതാണെങ്കിൽ നമുക്കത് അയാളുടെ ട്രേറ്റ് ആണെന്ന് പറയും. ഇപ്പോൾ ചിലരുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാലും, ഭയങ്കര സ്ട്രെസ്സുള്ള സിറ്റുവേഷൻ വന്നാലും ദേഷ്യപ്പെടും, ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടും. അപ്പൊ അത് അയാളുടെ റിലേറ്റീവ്ലി സ്ഥിരമായ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെയാണ് ട്രേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരാളിൽ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ട്രേറ്റ്. അപ്പോൾ ആൾപോർട്ട് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ട്രേറ്റ്സിന്റെ ബേസിസിലാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ട്രേറ്റ് തിയറിയുടെ വക്താവ് ആരാണ്? ആൾപോർട്ടാണ്. അതുപോലെ
ട്രേറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രേറ്റ് സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്നവരാണ്, അത് ആൾപോർട്ടാണ്. അതുപോലെ പേഴ്സണാലിറ്റിയുടെ ഓരോ ട്രേറ്റുകളുടെയും വർഗീകരണം നടത്തിയത് ആരാണ്? അതാരാണ്? ആൾപോർട്ടാണ്. ആൾപോർട്ട് ഈ പേഴ്സണാലിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്ന ട്രേറ്റ്സ് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാർഡിനൽ ട്രേറ്റ്സ് ഉണ്ട്, സെൻട്രൽ ട്രേറ്റ് ഉണ്ട്, സെക്കൻഡറി ട്രേറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് കാർഡിനൽ ട്രേറ്റ്സ്. ഒരു വ്യക്തിയുടെ എല്ലാ ബിഹേവിയറിലും മിക്കപ്പോഴും പ്രകടമാകുന്നതും എന്നാൽ അതിലൊക്കെ മേൽക്കൈ ചെയ്ത് മുന്നിട്ട് നിൽക്കുന്ന സവിശേഷ ട്രേറ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക മിക്കവാറും ഈ ഒരു ട്രേറ്റ് ആയിരിക്കും. അപ്പൊ റിലേറ്റീവ്ലി പെർമനന്റ് ആയിട്ട് ഒരാളുടെ ബിഹേവിയറിൽ മുഴുവൻ സമയവും കാണപ്പെടുന്ന ഒരു ട്രേറ്റ് ആണ് കാർഡിനൽ ട്രേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നു നോക്കിയേ. ദയ, അക്രമരാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം, ഇങ്ങനെയുള്ള ട്രേറ്റുകളൊക്കെ ഏതിൽ ഉൾപ്പെടുത്താം? കാർഡിനൽ ട്രേറ്റിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് പറയാണ്, ഗാന്ധിജി. ഗാന്ധിജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് പറയുന്നത് എന്തായിരിക്കും? അഹിംസയായിരിക്കും, അല്ലെ? അതുപോലെ ഇപ്പൊ മദർ തെരേസയെ കുറിച്ച് പറയാണ്. മദർ തെരേസയെ കുറിച്ച് പറയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? ദയ, കരുണ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരാളുടെ സ്വഭാവത്തില് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ട്രേറ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സെൻട്രൽ ട്രേറ്റ്. ഇപ്പോൾ ഒരാളെ നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കാർഡിനൽ ട്രേറ്റിനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അയാളുടെ സ്വഭാവത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് അയാളുടെ പ്രത്യേകതയാണ്, അയാളുടെ മാത്രം പ്രത്യേകതയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ. അത് കാർഡിനൽ ട്രേറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് താൻ. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഒരാൾ ഗ്രീഡിയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ്, ഒരാൾ ഭയങ്കര ഒബീഡിയൻ്റ് ആണ്, ഒരാൾ ഭയങ്കര ലോയലാണ്. ഇത്തരം ക്യാരക്ടേഴ്സിനെയാണ് സെൻട്രൽ ട്രേറ്റ്സ് എന്നുള്ള ക്യാരക്ടറിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് മൂന്നും തമ്മിൽ ഡിഫറൻസ് ഫീൽ ചെയ്യണം കേട്ടോ. ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. മൂന്നാമത്തെ ട്രേറ്റ് ആണ് സെക്കൻഡറി ട്രേറ്റ്. സെക്കൻഡറി ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ. അതേസമയം പ്രവർത്തന മേഖലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം ഈ ഒരു ട്രേറ്റ് ക്യാരക്ടർ പുറത്തേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഹിഡൻ ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന തരത്തിൽ നിൽക്കുന്ന ട്രേറ്റുകളെയാണ് സെക്കൻഡറി ട്രേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്രേറ്റ് തിയറി പ്രകാരം അല്ലെങ്കിൽ ആൾപോർട്ടിന്റെ തിയറി പ്രകാരം ഏകദേശം സെൻട്രൽ ട്രേറ്റ്സ് ഒരു 18 എണ്ണവും സെക്കൻഡറി ട്രേറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആസ് എ ഹോൾ നമുക്ക് എന്ത് പറയാം? ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയാം. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ കാർഡിനൽ ട്രേറ്റ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സെൻട്രൽ ട്രേറ്റും സെക്കൻഡറി ട്രേറ്റ്സും ബാക്കിയുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റി ആയി. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആൾപോർട്ട് ട്രേറ്റ് എന്താണെന്നും 3 ടൈപ്പ് ട്രേറ്റുകൾ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു തിയറിയാണ് കാറ്റലിന്റെ തിയറി. കാറ്റൽ, റെയ്മണ്ട് കാറ്റൽ. റെയ്മണ്ട് കാറ്റൽ ഒരാളുടെ പേഴ്സണാലിറ്റീനെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോമൺ ട്രേറ്റ്സ്, യുണീക് ട്രേറ്റ്സ്, സർഫസ് ട്രേറ്റ്സ്, സോഴ്സ് ട്രേറ്റ്സ്. ഈ 4 ട്രേറ്റുകളുടെ പേരുകൾ പഠിച്ചിരിക്കാട്ടോ, ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഈ തിയറി ഓഫ് സർഫസ് ആൻഡ് സോഴ്സ് ട്രേറ്റ് അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്, കാറ്റലാണ്. അതുപോലെ തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ
അതിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് ഐസെങ്ക് ആണ്. ഐസെങ്കിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐസെങ്കിന്റെ തിയറി പ്രകാരം ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. ഏതൊക്കെ ഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് നോക്കൂ. സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, ട്രേഡ് ലെവൽ, ടൈപ്പ് ലെവൽ. ഈ 4 ലെവലിൽ കൂടെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു വരുന്നതെന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ഐസെങ്ക് പറഞ്ഞു വെക്കുന്നത്. ഇത്രയാണ് ട്രേറ്റ് അപ്രോച്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല നോട്ടിൽ. നിങ്ങളുടെ സൈക്കോളജി ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം, ടു ദ പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുള്ളവർക്ക് ഫർദർ റെഫർ ചെയ്ത് പോകാം. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫർദർ റെഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 തിയറീസ് പറഞ്ഞു. ട്രേറ്റ് അപ്രോച്ച് പറഞ്ഞു, ടൈപ്പ് അപ്രോച്ച് പറഞ്ഞു. ടൈപ്പ് അപ്രോച്ചിൽ നമ്മൾ ആകെ പറഞ്ഞത് എന്തായിരുന്നു? ബോഡിയുടെ സ്ട്രക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ ബോഡിയുടെ എക്സ്റ്റേണൽ ഫീച്ചർ വെച്ചിട്ട് നമ്മൾ എന്തിനെ ഡിഫൈൻ ചെയ്യാണ്? ഒരാളുടെ പേഴ്സണാലിറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ട്രേറ്റ് അപ്രോച്ചിൽ എന്താ ചെയ്തത്? ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ പെട്ടെന്ന് എടുത്തു നിൽക്കുന്ന ചില പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ടാകുമല്ലോ, അത്തരം ഫീച്ചേഴ്സിനെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ട്രേറ്റ് അപ്രോച്ച് പോയത്. ട്രേറ്റ് അപ്രോച്ചിൽ നമ്മൾ 3 പേരുടെ തിയറി കണ്ടു. കാറ്റലിന്റെ തിയറി കണ്ടു, ഐസെങ്കിന്റെ തിയറി കണ്ടു, ആൾപോർട്ടിന്റെ തിയറി കണ്ടു. അപ്പോ സെൻട്രൽ ട്രേറ്റ്, കാർഡിനൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്, ഇത്തരം വാക്കുകളൊക്കെ ആരുടെ തിയറിയിലാണ് നമ്മൾ കണ്ടത്? ആൾപോർട്ടിന്റെ തിയറിയിലാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഓരോരുത്തരുടെ തിയറിയിലും വന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ടേംസ് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതിങ്ങനെയായിരിക്കും ചോദിക്കുക, കാർഡിനൽ ട്രേറ്റ് ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ആ രീതിയിൽ ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാനായിട്ട് പറ്റണം. അപ്പൊ ഓരോരുത്തരും ഓരോ തിയറിയും കൃത്യമായിട്ട് വായിച്ചു വെക്കുക. അതിൽ പ്രധാനപ്പെട്ട ടേംസ്, കീ ടേംസും പറഞ്ഞ ആളുടെ പേരും നോക്കി വെക്കണേ. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇനി ഹ്യൂമണിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചുകൂടി വായിക്കാനുണ്ട്. ഹ്യൂമണിസ്റ്റിക് പേഴ്സ്പെക്റ്റീവും പോസ്റ്റ് ഹ്യൂമണിസ്റ്റിക് പേഴ്സ്പെക്റ്റീവും, ഈ 2 കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെയുള്ള സെക്ഷൻസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ മതി ഓരോരുത്തരുടെ പേരുകൾ കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വായിച്ച് അവസാനിപ്പിച്ചിട്ട് നോട്ട്സ് ഷെയർ ചെയ്യാം. കാരണം ഞാൻ വാട്സപ്പ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തടസ്സം വരും, അതുകൊണ്ടാണ്. ഇത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം, പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് ആണ്. ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പേരുകളാണ് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്. ഇവർ 2 പേരും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തിയിലും അവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനക്ഷമത, അല്ലെങ്കിൽ നമ്മൾ സർഗാത്മക കഴിവ് എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ഉപയോഗിച്ച് അവരുടെ വ്യക്തിത്വ വികസനം അവർക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുമെന്നും, അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം, അത് കൈവരിക്കാനും സാധിക്കും. ഞാനിത് സെൽഫ് ആക്ച്വലൈസേഷൻ തന്നെ ആക്കാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ കൈവരിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് പറയുന്ന ഒരു തിയറിയാണ് ഹ്യൂമണിസ്റ്റിക് തിയറി. അതിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കാൾ റോജേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രമാണ്, അല്ലെങ്കിൽ കീ കോൺസെപ്റ്റ്സ് മാത്രം. ഓക്കെ, അപ്പൊ സ്വയം അറിയാനും അതുപോലെ തന്നെ മെച്ചപ്പെടുത്താനും ഓരോ മനുഷ്യനും ജന്മസിദ്ധമായിട്ട് ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനെ വളർത്തി കൊണ്ടുവരുമ്പോഴാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നേടാനായിട്ട് ഒരാൾക്ക് സാധിക്കുക. അപ്പോൾ നമുക്ക് സ്വയം മെച്ചപ്പെടുത്താനായിട്ട് ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. ആ ടെൻഡൻസിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് എന്തായിട്ട് മാറുള്ളൂ?
സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിക്കാനുള്ള ആഗ്രഹം അതിങ്ങനെ മാക്സിമത്തിലേക്ക് കൊണ്ടുവരാം. ആ ഒരു കാഴ്ചപ്പാടിന് പ്രാധാന്യം നൽകിയ ആളായിരുന്നു കാൾ റോജേഴ്സ്. അപ്പോൾ ഒരാളുടെ സബ്ജക്റ്റീവായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കാൾ റോജേഴ്സ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അങ്ങനെ ഒരാളുടെ പേഴ്സണാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പേഴ്സൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള പല കാര്യങ്ങളിലുള്ള ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക്. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ഓരോരുത്തരുടെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാവും. അങ്ങനെ കുറച്ചുകൂടി സബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ ട്രീറ്റ് ചെയ്ത തിയറിയാണ് കാൾ റോജേഴ്സിന്റെ തിയറി. അതുകൊണ്ട് തന്നെ പേഴ്സൺ സെന്റേർഡ് തിയറി എന്നതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിക്കും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറാനായിട്ട് അവർ സ്വയം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് കാൾ റോജേഴ്സ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്. കാൾ റോജേഴ്സിന്റെ 1-2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി, ഓൺ ബിക്കോട്ടിംഗ് എ പേഴ്സൺ, എ വേ ഓഫ് ബീയിങ്. ഈ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. കൗൺസിലിംഗിൽ ഉപയോഗിക്കുന്ന ഒരു തിയറിയും കൂടിയാണ് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി. പണ്ട് ഉണ്ടായിരുന്ന കൗൺസിലർ സെന്റേർഡ് മെത്തേഡിൽ നിന്ന് മാറി ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച് വരുന്നത് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിന്റെ പാർട്ടായിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കൗൺസിലറിന്റെ മുന്നിൽ വരുന്ന കൗൺസിലിക്ക് അല്ലെങ്കിൽ ആ പേഴ്സണ് എന്താണോ ആവശ്യം ആ ആവശ്യം അനുസരിച്ച് വേണം ക്ലയന്റിനോട് ബിഹേവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലയന്റിനോട് ഇന്ററാക്ട് ചെയ്യാൻ. ഈ സെയിം തിയറി തന്നെ ഇപ്പോൾ MBA പഠിക്കുന്നവർക്കൊക്കെ പഠിക്കാനുണ്ടാവും. കാരണം അവിടെയും ക്ലയന്റ് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച് നീഡ് അനുസരിച്ചാണ് അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പൊ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ശേഷിയുള്ള, മനുഷ്യത്വമുള്ള, നന്മയുള്ള അങ്ങനെയുള്ള ഒരു ആളായാണ് ഓരോ വ്യക്തിയെയും കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോരുത്തരിലും ഉണ്ട്. പക്ഷെ ഓരോരുത്തരും അതിനെ വളർത്തിയെടുക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിൽ ഓരോന്നിന്റെയും അളവും വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരിലും. ഓക്കെ, അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് സെൽഫ് കോൺസെപ്റ്റ്. സെൽഫ് കോൺസെപ്റ്റ് എന്തായിരിക്കും? സെൽഫ് കോൺസെപ്റ്റ് ഒരു രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന ആശയത്തിൽ നിന്ന് ആത്മാവബോധ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്ന ആളാണ് കാൾ റോജേഴ്സ്. ആളുടെ തിയറിക്കകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് സെൽഫ് കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും തൻ്റെ ബിഹേവിയർ പാറ്റേൺസിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. ആ വിശ്വാസത്തിന്റെ ഒരു ഓൾ ടോട്ടൽ അതിനെയാണ് സെൽഫ് അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ്, അഹം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സെൽഫ് കോൺസെപ്റ്റ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തെ കുറിച്ച് തന്നെയുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് മലയാളം ഇംഗ്ലീഷ് കുറച്ച് ഇതാവും. അപ്പൊ മലയാളം മാറ്റണ്ട. മലയാളം അവിടെ ഓക്കെ താങ്ക് യു ടാ. കണ്ടിന്യൂ ചെയ്യാലോ അല്ലെ? ഇത് ഇങ്ങനെ തരുന്നോണ്ടുള്ള ഗുണം നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവും. അതുകൊണ്ടാണ് മലയാളം മാക്സിമം ഉപയോഗിക്കാൻ നോക്കുന്നത്. ബ്രാക്കറ്റിൽ ഇംഗ്ലീഷും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ LP UP പ്രിപ്പയർ ചെയ്യേ അല്ലെങ്കിൽ HSIക്ക് പ്രിപ്പയർ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴും ഈ സെയിം നോട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവിടെയും മലയാളം ടേംസ് ആവശ്യം വരും. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. ഒരാളുടെ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഒരാൾക്ക് തൻ്റെ സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം, അതിൻ്റെ ഒരു ഹോൾ ടോട്ടലാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഞാൻ കൂട്ടുകാരോട് ഇന്ററാക്ട് ചെയ്യുന്നു, സ്കൂളിൽ പോയി കൂടെ പഠിച്ച കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നു, വീട്ടിൽ വന്ന് പാരന്റ്സിനോട് ഇന്ററാക്ട് ചെയ്യുന്നു, ഗ്രാൻഡ് പാരന്റ്സിനോട് ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന മറ്റു പലരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ബസ്സിൽ കാണുന്ന ആളുകളായിരിക്കാം, ട്രെയിനിലൊപ്പം യാത്ര ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ഏതെങ്കിലും ഫേമസ് പേഴ്സണാലിറ്റീസ് ആയിരിക്കാം. അങ്ങനെ ഒരാളുടെ എൻവയോൺമെന്റുമായുള്ള ഇന്ററാക്ഷനിലൂടെയാണ് ഒരാളുടെ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉള്ള ആളുകൾ
അവരുടെ സെൽഫ് കോൺസെപ്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് കുറച്ചുകൂടി സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും. അവർ കുറച്ചുകൂടി ജോയ്ഫുൾ ആയിരിക്കും. അവരുടെ ചുറ്റുമുള്ള ലോകത്തെ കുറച്ചുകൂടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ് കുറച്ചുകൂടി ഗുണപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉള്ള ആളുകളുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. അവർക്ക് വ്യക്തിപരമായ സന്തോഷം ഉണ്ടായിരിക്കും. ഈ വേൾഡ് അവർക്ക് കുറച്ച് സേഫ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ചുറ്റുമുള്ളതെല്ലാം കുറച്ച് യൂസ്ഫുൾ ആയിട്ട് ഗുണപരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാനായിട്ടുള്ള ശേഷിയുണ്ടാവും. അതേസമയം നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉള്ള ആളുകൾക്ക് ഒരു കാര്യങ്ങളും അത്ര സുരക്ഷിതത്വ ബോധം ഉണ്ടാവില്ല. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എന്ത് വന്നു കഴിഞ്ഞാലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവര് സ്വീകരിക്കുക. ഇപ്പോൾ നല്ലത് സംഭവിച്ചാൽ പോലും നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ പറയാ നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ആണ് ഉണ്ടാവുക. ഇനി ഐഡിയൽ സെൽഫ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഐഡിയൽ സെൽഫ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് റിയൽ സെൽഫ്. ഇത് രണ്ടും കാൾ റോജേഴ്സ് സെൽഫിനെ, നമ്മൾ ഇത് ഇത്ര നേരം പറഞ്ഞ സെൽഫ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഐഡിയൽ സെൽഫ്, എന്താണ് റിയൽ സെൽഫ്? കൃത്യമായിട്ട് ഇവിടെ ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരാൾക്ക് താൻ ആരായി തീരണം എന്നാണ് അയാളുടെ ഒരു ഐഡിയോളജി. അതായത് എനിക്ക് ഇത്രയും ഹൈ ലെവൽ വരെ എത്തണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് വിചാരിക്കുക. അതാണ് അയാളുടെ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഐഡിയൽ സെൽഫിൽ എത്തിച്ചേരാനായിട്ട് അയാൾ പരിശ്രമിച്ച് അയാളുടെ ഇപ്പോൾ ഒരു നിലവിലൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ, ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലുള്ള സെൽഫ്, അതിനെയാണ് റിയൽ സെൽഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരാൾ നിലനിൽക്കുക അയാളുടെ റിയൽ സെൽഫിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥേനെ റിയൽ സെൽഫ് എന്ന് വിളിക്കാം. അയാൾ കുറച്ചുകൂടി ബെറ്റർ ആവാനായിട്ട് ശ്രമിച്ച് അറ്റ് ദി എൻഡ് എവിടെ റീച്ച് ചെയ്യും? ഈ ഐഡിയൽ സെൽഫിലേക്ക് റീച്ച് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിയൽ സെൽഫിൽ നിന്ന് ഐഡിയൽ സെൽഫിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രണ്ട് തലങ്ങളും തമ്മിൽ എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ അത്രയും ബാലൻസ്ഡ് ആയിരിക്കും അയാളുടെ വ്യക്തിത്വം. ഓക്കെ, റിയൽ സെൽഫും ഐഡിയൽ സെൽഫും എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ അത്രയും ബാലൻസ്ഡ് ആയിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി. അതേസമയം ഇവർ തമ്മിലുള്ള റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള അകലം കൂടി വരുന്നതനുസരിച്ച് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ബാലൻസ് ഇല്ലാത്ത അവസ്ഥ, ഇംബാലൻസിനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനും കാരണമാകും. പറഞ്ഞത് ക്ലിയർ ആണെന്നിരിക്കുന്നു. ഒരാൾക്ക് ഐഡിയൽ സെൽഫ് ഉണ്ടാവും, റിയൽ സെൽഫ് ഉണ്ടാവും. അയാൾ നിലനിൽക്കുന്ന അവസ്ഥ എന്താണോ അതാണ് റിയൽ സെൽഫ്. അതിൽ നിന്നും ബെറ്ററായി വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ബെറ്ററായി അയാൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഇന്നതുപോലെ ആകണം. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഐഡിയൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാൾ ഐഡിയലിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ എന്തുണ്ടാവും? ഒരു ജെനുവിൻ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് അത് വളരെ കൂടി നിൽക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകും. അതേസമയം രണ്ടും തമ്മിൽ അധികം അകലമില്ലാതെ ഒരുവിധം ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി നമ്മൾ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി എന്നാണ് വിളിക്കുക. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്ന ആളുകളിൽ അവരുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള അകലം കൂടുതലാണ്. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അല്ലെങ്കിൽ ലവ്. ഒരു പേഴ്സൺ അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകേണ്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഇപ്പൊ പറഞ്ഞ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഓക്കെ, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അത് വളർന്നു വരുന്ന ഒരാൾക്ക് അയാളുടെ പേഴ്സണാലിറ്റി ബെറ്ററായി വരുന്നതായിട്ട് കാണാൻ പറ്റും.
അതേസമയം എല്ലാത്തിനും കണ്ടീഷൻ വെച്ചിട്ടാണ് സ്നേഹം കൊടുക്കുന്നതും പരിഗണന കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിൽ അയാളിൽ രൂപപ്പെടുന്ന പേഴ്സണാലിറ്റി അതെന്തായിരിക്കും? തെറ്റായ പേഴ്സണാലിറ്റി ആയിരിക്കും. നേരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും കാണിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികളിൽ തന്നെ കുറച്ചുകൂടി അക്രമവാസനയുള്ള കുട്ടികളെ കാണാറുണ്ട്, കുറച്ചുകൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് പരിഗണന കിട്ടുന്ന, വെൽ ബിഹേവ്ഡ് ആയിരിക്കും, ഒരു പേഴ്സണാലിറ്റി കുറച്ചുകൂടി നല്ല പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, സോഷ്യലി കുറച്ചുകൂടി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. ഓക്കെ. അതേസമയം വീട്ടിൽ നിന്ന് അത്ര പരിഗണന കിട്ടാത്ത, പാരൻസ് കെയർ ചെയ്യാത്ത കുട്ടികൾ പൊതുവെ കുറച്ച് പ്രശ്നക്കാരായിരിക്കും, അല്ലെ? അവരുടെ ബിഹേവിയറൽ പാറ്റേൺസിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിപ്പോ കണ്ട 2 ടൈപ്പ് പേഴ്സണാലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റും പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റും. ഈ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിൽ നിന്നാണ്. അതേസമയം നെഗറ്റീവ് ഫോം ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഉപാധികളോടെ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വെച്ച് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നെഗറ്റീവ് സെൽഫ് ഉണ്ടായി വരുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ടേമാണ് ദ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവുകൾ ഉപയോഗിച്ച് അയാളായിരിക്കുന്ന റിയൽ സെൽഫിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരാം. അങ്ങനെ അൾട്ടിമേറ്റ്ലി അയാൾക്ക് എന്തിലേക്ക് റീച്ച് ചെയ്യാം? ഐഡിയൽ സെൽഫിലേക്ക് റീച്ച് ചെയ്യാം. അങ്ങനെ ഒരാൾക്കുള്ള ഇൻബോൺ ആയിട്ടുള്ള സഹജമായ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻബോൺ എബിലിറ്റീസ് ഉപയോഗപ്പെടുത്തി ഒരു ഫുള്ളി ഫങ്ഷണൽ പേഴ്സണാലിറ്റി ആയിട്ട് ഒരാൾക്ക് മാറാനായിട്ട് ശ്രമിക്കാം. ഇനി അങ്ങനെ ഫുള്ളി ഫങ്ഷണൽ പേഴ്സണാലിറ്റി ഉള്ളവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കൂ. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങള് തുറന്ന മനസ്സോടെ സ്വീകരിക്കും. അതുപോലെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും അവർ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യും. ഓരോ സന്ദർഭങ്ങളോടും എങ്ങനെയാണോ ഉചിതമായി പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറാൻ പറ്റും. ഇനി ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അവർ ഔചിത്യത്തോടെ ഉപയോഗിക്കും. ഔചിത്യം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔചിത്യം. ഓക്കെ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഉചിതമല്ല, ഔചിത്യത്തോടെ ആയിരിക്കണം. രണ്ടാണ് കേട്ടോ. ഇനി അവരുടെ എബിലിറ്റീസ് കുറച്ചുകൂടി ക്രിയേറ്റീവ് ലെവലിലൊക്കെ കുറച്ചുകൂടി ഹൈ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഭയങ്കര ആക്രമണ സ്വഭാവമൊക്കെ പ്രകടിപ്പിക്കാൻ ചാൻസ് ഉള്ള അത്രയും എക്സ്ട്രീം കണ്ടീഷൻസ് മറ്റുള്ളവർ പരിഗണിച്ച് കുറച്ചുകൂടി സഹജമായ നന്മ എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരാളുടെ ഉള്ളിലുള്ള നന്മ പ്രകടമാക്കുന്ന കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയാൽ പോലും അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ഫുള്ളി ഫങ്ഷണൽ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകളായിട്ട് പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ ഫുള്ളി ഫങ്ഷണൽ പേഴ്സണാലിറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഈ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ ഓരോ പേരുകളും ഏത് തിയറിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ഫുള്ളി ഫങ്ഷണൽ പേഴ്സണാലിറ്റി പോലെ തന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബാലൻസ്ഡ് ആയ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളുടെ പേഴ്സണാലിറ്റിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ഓക്കെ. അതിന് മലയാളത്തിലാണ് ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് ഞാൻ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് പൊതുവെ അവരുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളെല്ലാം അവരുടെ എബിലിറ്റിയുടെ ലെവൽ അനുസരിച്ചായിരിക്കും. കാരണം എന്താ? അവർക്ക് അവരുടെ കഴിവറിയാം. എവിടെയാണ് അവർക്ക് കഴിവില്ലാത്തതെന്ന് അവർക്കറിയാം. അപ്പൊ കഴിവും കഴിവുകേടും അറിഞ്ഞ് റിയലിസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. ഇനി ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എന്തൊക്കെയാണ് നോക്കൂ. കുട്ടികളിൽ സെൽഫ് റെസ്പെക്ട് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക, ഒരു
വിശ്വാസ്യത ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക. അത് ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇനി വീട്ടിലെ ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ സ്കൂളിലെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ആസൂത്രിതമാക്കി മാറ്റുക. ആസൂത്രണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, പ്ലാൻ ചെയ്യാം. ഓക്കെ. ഇനി നല്ല ലക്ഷ്യങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല എന്തുണ്ടാക്കിയെടുക്കണം? സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ എക്സാമുകൾക്കൊക്കെ സ്ഥിരം പഠിച്ചിട്ടുള്ളൊരു തിയറിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അപ്പോൾ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി കൊണ്ടുവന്നത്. ഓരോ വ്യക്തിയും അയാളുടെ കഴിവനുസരിച്ച് എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കും? സെൽഫ് ആക്ച്വലൈസ്ഡ് ആവാനായിട്ട്, ആത്മസാക്ഷാത്കാരം നേടാനായിട്ട്, അല്ലെങ്കിൽ സ്വത്വ സാക്ഷാത്കാരം നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. ഈ ഒരു അഭിപ്രായം പങ്കുവച്ച ആളാണ് അബ്രഹാം മാസ്ലോ. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള വാക്ക് കേട്ട് ആദ്യം ആരും ഓർത്തോളണം? അബ്രഹാം മാസ്ലോനെ ഓർത്തോളണം. മനുഷ്യന്റെ ഡെവലപ്മെന്റൽ നീഡ്സിനെ, അതിന്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ആരുണ്ടാക്കിയിട്ടുണ്ട്? എബ്രഹാം മാസ്ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതൊരു ട്രയാങ്കിൾ ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് താഴേന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് അതിന്റെ ക്രമീകരണമൊക്കെ പഠിച്ചിരിക്കുന്നത്. താഴത്തെ തട്ടിലുള്ള ആവശ്യങ്ങൾ ലോ ലെവൽ ആവശ്യങ്ങളാണ്. മുകളിലേക്ക് വരുന്നതനുസരിച്ച് ഓരോ ആവശ്യങ്ങളുടെ നിലവാരം കൂടി വരികയും, ഒപ്പം താഴത്തെ തട്ടിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് മുകളിലുള്ള നീഡുകളിലേക്ക് ആവശ്യങ്ങൾ ഉയർന്നു വരിക. ഓക്കെ. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഒരാൾക്ക് ഉണ്ടാകുന്ന ആവശ്യമാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായ ആവശ്യങ്ങൾ. അതേസമയം ഏറ്റവും ഉയർന്ന ഹൈ ലെവൽ ആവശ്യമാണ് ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ. അതാണ് ഹയസ്റ്റ്. ലോവസ്റ്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്റെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഏറ്റവും എക്സ്ട്രീം തലത്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ. അതിന് പല പല പേരുകൾ മലയാളത്തിൽ പറയുന്നുണ്ട്. ആത്മസാക്ഷാത്കാരം, സ്വത്താവിഷ്കാരം, അങ്ങനെ പല പല പേരുകളുണ്ട്. അപ്പൊ മനുഷ്യന്റെ പ്രധാനപ്പെട്ട നീഡുകൾ ഏതൊക്കെയാന്ന് നോക്കൂ. ഫിസിയോളജിക്കൽ നീഡാണ് ഒന്നാമത്തെ, ഏറ്റവും ബേസിക് നീഡ്. അത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ദെൻ സെൽഫ് എസ്റ്റീം. അതിനുശേഷമാണ് എന്ത് വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത്. പക്ഷെ ഈ തിയറീനെ അധികം ആളുകളൊന്നും എന്ത് ചെയ്തില്ല? ആക്സെപ്റ്റ് ചെയ്തില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സയന്റിഫിക് ബേസിസിൽ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ മെഷർ ചെയ്യാൻ നമുക്ക് സ്കെയിലില്ല. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് മെഷർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ സ്കെയിലില്ല. അപ്പൊ അങ്ങനെ ഒരു ശാസ്ത്രീയമായ സ്കെയിൽ ഇല്ലാതെ നമുക്ക് ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എസ്പെഷ്യലി സൈക്കോളജിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആവശ്യ ശ്രേണിയിൽ ഈ പറഞ്ഞ നീഡ്സിന്റെ ഒരു ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും ഒന്നുകൂടി നമ്മൾ ഇരുത്തി ആലോചിക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു യൂണിഫോമിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ഓവർ ദ വേൾഡ് ഒരുപോലെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഇത്രയൊക്കെ കിട്ടാറുണ്ട്. സെൽഫ് എസ്റ്റീം ഒക്കെ ഈ ഇടയായിട്ടാണ് നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് ആകെ എത്തിയിട്ടുള്ളത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള വലിയ വലിയ മഹർഷിമാരും മുനിമാരും മാത്രമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എല്ലാവരും എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയോളജി നമ്മുടെ നാട്ടിലൊന്നും അത്ര ആക്സെപ്റ്റഡ് ആയിരുന്നില്ല. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലല്ല ഈ തിയറി വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ക്രിറ്റിസിസംസ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി വളരെ നല്ല തിയറി ആണെങ്കിൽ പോലും അത്ര അധികം എന്ത് ചെയ്തിരുന്നില്ല? ആക്സെപ്റ്റഡ് ആയിരുന്നില്ല. ഇനി താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ മാത്രമാണ് മുകളിലെ ആവശ്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിയോളജിക്കൽ നീഡ് അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ ഫുൾഫിൽ ചെയ്ത് വന്ന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ.
ചിലപ്പോൾ ഭക്ഷണവും പാർപ്പിടവും ഇല്ലാത്ത ആളുകൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നേടിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡർ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള നിർബന്ധം ഇതിനൊരു ലിമിറ്റേഷൻ ആയിരുന്നു. ഇനി മാസ്ലോയുടെ അഭിപ്രായത്തില് മാസ്ലോ എപ്പോഴും പ്രയോറിറ്റി കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? ബിഹേവിയറിസത്തിനായിരുന്നു. ഓക്കെ. അതേസമയം സൈക്കോ അനലൈറ്റിക്കൽ തിയറിനെയൊക്കെ അതുപോലെ തന്നെ സൈക്കോ അനലൈറ്റിക്കൽ തിയറിനൊക്കെ കുറച്ചുകൂടി എതിർക്കാൻ കാരണം മനുഷ്യനെ മൃഗമായിട്ട് കാണുന്ന ഒരു നേച്ചർ അവർക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ബിഹേവിയറിസം അല്ലെങ്കിൽ ട്രെയിനിങ്. ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത് ആർക്കാ? മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ? മൃഗങ്ങൾക്കാണ് നമ്മൾ ട്രെയിനിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന കാൾ റോജേഴ്സ് അതുപോലെ മാസ്ലോ ഇവർക്കൊന്നും ഈ ബിഹേവിയറിസ്റ്റിക് പാറ്റേൺസിനോടൊക്കെ പൊതുവെ കുറച്ച് എതിർപ്പായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം നമ്മൾ ഈ എവല്യൂഷൻ, ന്യൂജെനിക്സ് അല്ലെങ്കിൽ ജെനറ്റിക്സ് ഇതൊക്കെ വികസിച്ചു വന്നതോടുകൂടി ഈ പറഞ്ഞ ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് കടന്ന് പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. അപ്പൊ അതില് ഉപയോഗിച്ചിരിക്കുന്ന 1-2 ടേംസ് ആണ് ട്രാൻസ് ഹ്യൂമനിസം. അത് ജൂലിയൻ ഹക്കിലി ഉപയോഗിച്ചിരുന്ന ഒരു, ഹക്സിലി എന്നാണ് ശരിക്കും ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ്. അപ്പോൾ നമ്മൾ ഈ സ്വാഭാവികമായ അല്ലെങ്കിൽ നാച്ചുറൽ എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പോസ്റ്റ് ഹ്യൂമനിസം പങ്കുവെക്കുന്നത്. അപ്പൊ അതെന്താണ് പോസ്റ്റ് ഹ്യൂമനിസം എന്ന് മാത്രമേ നമ്മൾ അവിടെ പറയുന്നുള്ളൂ കേട്ടോ. എന്താണ് അങ്ങനെ ഒരു ടേം അത് കൊണ്ടുവന്നത് ആരാണ്? ഹക്സ്ലിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഇനി സെൽഫ് എസ്റ്റീം, അതെന്താണ് സെൽഫ് എസ്റ്റീം? ഇപ്പൊ ഒരാൾക്ക് അയാളെ കുറിച്ച് തന്നെ ഉണ്ടാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെയാണ് സെൽഫ് എസ്റ്റീം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെൽഫ് എസ്റ്റീം മെഷർ ചെയ്യാനായിട്ട് നമ്മുടെ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ 1-2 ടൂൾസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് അയാളുടെ സെൽഫ് എസ്റ്റീം എത്രത്തോളം ഉണ്ട്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാഭിമാനം എന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാറില്ല ഒരു മനുഷ്യനും. അപ്പൊ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന കാര്യം സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പിന്നെ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സെൽഫ് എസ്റ്റീം എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതിനിങ്ങനെ 1-2 സ്കെയിലുകളും ഇൻവെന്ററീസും ഉണ്ട്. ആവശ്യം അനുസരിച്ച് ഇങ്ങനെ മെഷർ ചെയ്ത് അളന്നു നോക്കാന്ന് മാത്രം. അതിന്റെ പേരുകൾ അറിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ പേരുകൾ കിട്ടിയപ്പോ നോട്ട്സിൽ ആഡ് ചെയ്തതാണ്. ഈ നോട്ട് ഞാനിപ്പോ തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഞാനിന്ന് PDF ഡൗൺലോഡ് ചെയ്ത് വെക്കാനും അത് ഷെയർ ചെയ്യാനും മറന്നുപോയതാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒന്നിച്ചാണല്ലോ വായിച്ചു പോകാറ്. ഓക്കെ. അപ്പൊ ഇത്രയും വരെയുള്ള നോട്ട്സ് എല്ലാവരും ഒന്ന് വായിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഈ നോട്ട് വന്നിട്ടുണ്ടാവും. നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇന്നെടുത്ത പോർഷൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നോട്ട് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഈ തിയറീസ് എല്ലാം കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പകരം ടേംസ് നോക്കി വയ്ക്കാം. ഇപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ്, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്, ഇത്തരം വാക്കുകൾ എന്തുമായിട്ട് കണക്ട് ചെയ്തതാണ്? ഏത് സൈക്കോളജിസ്റ്റുമായിട്ട് കണക്ട് ചെയ്തതാണ്? കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്, ഇത് ആരുടെ തിയറിയിൽ വന്നതായിരുന്നു?
ആൾപോർട്ടിന്റെ തിയറിയിൽ വന്നതായിരുന്നു. അപ്പോൾ ട്രേറ്റ് തിയറി അത് മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ആൾപോർട്ടാണ് മുന്നോട്ട് വെച്ചത്. ഇനി ഓരോ വ്യക്തിനെയും സവിശേഷമായ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തു വെക്കാവുന്ന ട്രേറ്റ് അത് ഏത് ട്രേറ്റ് ആണ്? കാർഡിനൽ ട്രേറ്റ് ആണ്. ഇപ്പൊ ശ്രീബുദ്ധനില് നമ്മൾ പറയാണ് അഹിംസ. അത് ഏത് ട്രേറ്റ് ആണ്? കാർഡിനൽ ആണോ, സെൻട്രൽ ആണോ, സെക്കൻഡറി ആണോ? അത് ഏത് ട്രേറ്റ് ആയിരിക്കും? കാർഡിനൽ ട്രേറ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ മദർ തെരേസയിൽ കാണുന്ന കാരുണ്യം അത് ഏത് ട്രേറ്റ് ആയിരിക്കും? കാർഡിനൽ ട്രേറ്റ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതൊന്ന് വായിച്ചു വെക്കണം. ഓക്കെ. നോട്ട്സ് കിട്ടിയല്ലോ അല്ലേ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് എടുത്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നോട്ട്സ് ഇതുപോലെ തന്നെ പോവാലോ അല്ലേ? ഇംഗ്ലീഷ് മലയാളം മിക്സ് ആയിട്ട് വായിച്ചെത്താൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ പേഴ്സണലി പറഞ്ഞോട്ടാ. കമന്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കാം. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് പതിയെ വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.